ആശാവർക്കർമാരുടെ സമരത്തിനെതിരെ CPM ഏതാനും ആശാവർക്കർമാരെ വ്യാമോഹിപ്പിച്ച് നടത്തുന്ന സമരമെന്ന് ഇളമരം കരീമിന്റെ പരിഹാസം. പെമ്പിളൈ ഒരുമൈ സമരത്തിന്റെ തനിയാവർത്തനമെന്ന പാർട്ടി പത്രത്തിൽ ലേഖനം. അരാജക സംഘടനകൾ നടത്തുന്ന സമരമെന്നും ഇളമരം കരീം പറയും. വിവരങ്ങളുമായി അമൽ തേനംപറമ്പിൽ ചേരുന്നു. അമൽ, ഗുഡ് മോർണിംഗ്. ഒരുപാട് ആക്ഷേപങ്ങളാണ് ഇവർ കേൾക്കേണ്ടി വരുന്നത്. അതിലപ്പുറം ഇവർ തൊഴിലാളികളാണ് എന്നോ ഇവർ അടിസ്ഥാനപരമായ ചില ആവശ്യങ്ങൾക്ക് വേണ്ടി സമരം ചെയ്യുന്നതാണ് എന്നോ എന്തുകൊണ്ടായിരിക്കും ഇവർക്ക് മനസ്സിലാക്കാൻ കഴിയാതെ പോകുന്നത്? ഒരു ദിവസം 232 രൂപ മാത്രം ശമ്പളം വാങ്ങുന്ന ആശാ വർക്കർമാരാണ് സെക്രട്ടേറിയറ്റിന് മുന്നിൽ സമരം ചെയ്യുന്നത്. അതുപോലും ഈ 7000 എന്ന് പറയുന്ന തുക അവർക്ക് മാസം പൂർണ്ണമായും കിട്ടാറ് പോലുമില്ല എന്നൊരു പ്രതിസന്ധിയുണ്ട്. അവരുടെ ആ പണമാണ് അവരൊന്ന് കൂട്ടിച്ചോദിച്ചത്, അവരുടെ ദിവസവേതനമാണെന്ന് കൂട്ടിച്ചോദിച്ചത്. പക്ഷേ തൽക്കാലം എന്തായാലും സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും ആ വിഷയത്തിൽ പ്രതികരണങ്ങളൊന്നുമില്ല. കാര്യമായ ചർച്ചയ്ക്കും സർക്കാർ നിൽക്കുന്നില്ല. ഇടയ്ക്കിടയ്ക്ക് നേതാക്കളെ വിളിച്ച് ചില ആശയവിനിമയങ്ങൾ നടക്കുന്നു എന്നതിനപ്പുറത്തേക്ക് ഇവർ ഉന്നയിക്കുന്ന ആവശ്യങ്ങളിൽ എന്തെങ്കിലും തരത്തിലുള്ള ഒരു തീരുമാനം ഉണ്ടാകുന്നില്ല. 16ാം ദിവസമാണ് ഇന്നിപ്പോൾ അവരുടെ സമരം തുടങ്ങിയിട്ട്. ഇന്നിപ്പോൾ 16ാം ദിവസമാണ്. ഈ ദിവസത്തിനിടയിൽ അവരുടെ സമരത്തിന് കിട്ടുന്ന വലിയ പിന്തുണയുണ്ട്. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ വിവിധ രാഷ്ട്രീയ പാർട്ടിയുടെ നേതാക്കൾ എന്നതിനപ്പുറത്തേക്ക് സാംസ്കാരിക രംഗത്ത് നിന്നും നിരവധി ആളുകളാണ്, സമൂഹത്തിൻ്റെ വിവിധ കോണുകളിൽ നിന്നും നിരവധി ആളുകളാണ് അവരുടെ സമരത്തിന് പിന്തുണയുമായി എത്തുന്നത്. അതിനിടയിലാണ് CPMന്റെ ഭാഗത്തു നിന്നും അവരുടെ നേരത്തെ നിലപാട് ആവർത്തിക്കുന്നത്. ഇളമരം കരീം നേരത്തെ തന്നെ പറഞ്ഞിരുന്ന ഒരു നിലപാടാണ്. ഇപ്പോൾ അത് ഒരു ഔദ്യോഗിക നിലപാടെന്നുള്ള നിലയിൽ പാർട്ടി പത്രത്തിൽ അച്ചടിച്ച് വരികയും കൂടി ചെയ്തിരിക്കുന്നു. ആ ലേഖനത്തിൽ പറയുന്നത് ഇങ്ങനെയാണ്: ഏതാനും ആശാ വർക്കർമാരെ വ്യാമോഹിപ്പിച്ചും തെറ്റിദ്ധരിപ്പിച്ചും സംഘടിപ്പിച്ച സെക്രട്ടേറിയറ്റിന് മുന്നിൽ സർക്കാരിനെതിരെ നടത്തുന്ന സമരം LDF വിരുദ്ധ മാധ്യമങ്ങൾ ഏറ്റെടുത്തിരിക്കുകയാണ്. മാധ്യമങ്ങൾക്ക് വിഷയത്തിൽ തുടക്കം മുതലേ പഴിയുണ്ട്. വർഷങ്ങൾക്ക് മുൻപ് മൂന്നാറിലെ ടാറ്റ ടീ എസ്റ്റേറ്റിലെ ഒരു വിഭാഗം തൊഴിലാളികളെ സംഘടിപ്പിച്ച് പെമ്പിളൈ ഒരുമ എന്ന പേരിൽ നടത്തിയ സമരത്തിന്റെ തനിയാവർത്തനമാണിത്. അതോടൊപ്പം തന്നെ അന്നും മാധ്യമങ്ങൾക്ക് അന്നും വിമർശനമുണ്ട്. മാധ്യമങ്ങളാണ് അന്നും സമരം കൊഴിപ്പിച്ചത് എന്ന് പറയുന്നു. സംസ്ഥാനത്തെ തൊഴിലാളികളെ മുഴുവൻ അധിക്ഷേപിക്കുന്ന ഒരു സമരമായിരുന്നു എന്നുള്ളതാണ് ഈ ഇളമരം കരീം പറയുന്നത്. പെമ്പിളൈ ഒരുമ സമരത്തിൻ്റെ കാര്യമാണ് പറയുന്നത്. പക്ഷേ അന്ന് MM മണി ഒഴികെ മറ്റേതെങ്കിലും നേതാക്കൾക്ക് ആ ഒരു അഭിപ്രായം ഉണ്ടായിരുന്നോ എന്ന കാര്യത്തിൽ സംശയമുണ്ട്. കാരണം ആ മൂന്നാർ മേഖലയിലെ തോട്ടം തൊഴിലാളികളുടെ അവകാശ പോരാട്ടങ്ങൾക്ക് വേണ്ടി നടന്ന ഒരു സമരം, അത് പിന്നീട് അതിൽ ചില ഇടപെടലുകളും മറ്റുമൊക്കെ ഉണ്ടായെങ്കിൽ കൂടി ആ സമരത്തിൻ്റെ ലക്ഷ്യത്തെ സംബന്ധിച്ച് MM മണിക്ക് ഒഴികെ മറ്റേതെങ്കിലും നേതാക്കൾക്ക്, CPM നേതാക്കൾക്ക് പോലും ഇങ്ങനെ ഒരു അഭിപ്രായം ഉണ്ടായിരുന്നോ എന്ന് സംശയമുണ്ട്. പക്ഷേ ഇളമരം കരീം അത് ആവർത്തിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഒരു അരാജക സംഘടനയായിരുന്നു അന്ന് ഈ സമരത്തിന് നേതൃത്വം നൽകിയത്, ഈ പെമ്പിളൈ ഒരുമ സമരത്തിന് നേതൃത്വം നൽകിയത്. അതിന് സമാനമായി തന്നെയുള്ള അവസ്ഥയാണ് സെക്രട്ടേറിയറ്റിന് മുന്നിലും എന്നുള്ളത് പറഞ്ഞാണ് ഇളമരം കരീം ഈ ലേഖനം തുടങ്ങി വെക്കുന്നത്. പിന്നീട് സമരം നടക്കുന്ന സമയത്ത് നമുക്ക് ഓർമ്മയില്ലേ, MM മണി വളരെ രൂക്ഷമായ ഭാഷയിൽ സ്ത്രീ വിരുദ്ധതയൊക്കെ പറഞ്ഞതും വളരെ ശക്തമായി അവരെ ആക്ഷേപിക്കുകയൊക്കെ ചെയ്തതും നമുക്ക് ഓർമ്മയുണ്ട്. ഇന്നിതാ ആ ഘട്ടം വരെ പോയില്ലെങ്കിൽ കൂടി വല്ലാതെ ആക്ഷേപിക്കുന്ന തരത്തിലാണ് ഇതും. ഇപ്പോൾ ഇവർ പറയുന്നതിന് കാരണമെന്ന് പറയുന്നത് ഈ സമരത്തിൻ്റെ നേതൃത്വത്തിൽ അല്ലെങ്കിൽ ഈ ആളുകളെ സംഘടിപ്പിക്കുന്നതിൽ ചില രാഷ്ട്രീയ പാർട്ടി നേതാക്കൾ ഉണ്ട് എന്നുള്ളതാണ്. അത് ഇവർ ഏറ്റവും വലിയ ആക്ഷേപമായി ഉന്നയിക്കുന്നത്. മിനി എന്ന് പറയുന്ന SUCയുടെ ഒരു നേതാവുണ്ട്. അവർ ഇതിൻ്റെ സംഘാടനത്തിൽ മുന്നിട്ട് നിൽക്കുന്നുണ്ട്. അപ്പോൾ സ്വാഭാവികമായും ആ ഒരു വിഷയം ഉന്നയിച്ചുകൊണ്ട് കഴിഞ്ഞ കുറേ ദിവസങ്ങളായി സമൂഹ മാധ്യമങ്ങളിലടക്കം ഇത്തരമൊരു പ്രചരണം അവരുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നുണ്ട്. മാത്രമല്ല ആശാ വർക്കർമാരാണ് എങ്കിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ KC വേണുഗോപാൽ അടക്കം, VM സുധീരനടക്കം, KPCC പ്രസിഡന്റ് അടക്കമുള്ളവർ വന്നുപോയി. BJPയുടെ വളരെ പ്രധാനപ്പെട്ട V മുരളീധരൻ അടക്കമുള്ള നേതാക്കൾ വന്നുപോയി. അങ്ങനെ പല നേതാക്കളും ഈ സമരത്തിന് പിന്തുണ അർപ്പിച്ച് വന്നു പോകുമ്പോൾ പോലും ഈ സമരത്തെ ഏതെങ്കിലും തരത്തിൽ ഒരു രാഷ്ട്രീയവൽക്കരിച്ച് ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടിക്ക് കീഴടങ്ങി ഈ സമരം മുന്നോട്ട് കൊണ്ടുപോകുന്നതിനോട് അവിടെയുള്ള സമരസമിതി അംഗങ്ങൾക്ക് തീരെ യോജിപ്പില്ല. അതിനാൽ തന്നെ രാഷ്ട്രീയ പാർട്ടികളൊക്കെ സമരവുമായി വരുമ്പോൾ പോലും അവർ ഒരു സ്വതന്ത്ര നിലപാട് പ്രഖ്യാപിച്ച് നിൽക്കുകയാണ്. പിന്തുണ അറിയിച്ച് അവർക്ക് മടങ്ങാമെന്നതിനപ്പുറത്തേക്ക് രാഷ്ട്രീയ പാർട്ടികൾക്ക് ഒരു റോളും അവിടെ നൽകുന്നില്ല. ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ കൊടി പോലും ആ സമരത്തിൽ കാണാൻ കഴിയുന്നുമില്ല. അപ്പോൾ സ്വാഭാവികമായും ഈ സമരത്തെ ഇങ്ങനെ കോർണർ ചെയ്യുന്നതിന് കാരണം എന്ത് എന്നുള്ള കാര്യത്തിൽ വ്യക്തതയില്ല. സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം ആണെങ്കിൽ ഈ ആശാ വർക്കർമാരുടെ സമരം വലിയ പ്രതിസന്ധി സൃഷ്ടിക്കുന്നുണ്ട് എന്ന കാര്യത്തിൽ സംശയം വേണ്ട. ഇവർ പറയുന്നത് ഏറ്റവും സാധാരണക്കാരായ തൊഴിലാളികളുടെ ആവശ്യങ്ങളാണ്. ആരോഗ്യമേഖലയുടെ നട്ടലായി കോവിഡ് കാലത്ത് പോലും നിന്ന ഒരു വിഭാഗമാണ്. അപ്പോൾ അവരുടെ മുഖ്യമന്ത്രി അവരുമായി നേരിട്ട് ചർച്ച നടത്തണമെന്ന ആവശ്യം ഉന്നയിച്ചുകൊണ്ട് അവർ സെക്രട്ടേറിയറ്റിന് മുന്നിൽ തുടരുകയാണ്. അതിനിടെയാണ് ഇപ്പോൾ ഇളമരം കരീമിന്റെ ഭാഗത്തു നിന്നും ഇത്തരമൊരു വിമർശനവും പരിഹാസവും ഒക്കെ ഉയർന്നിരിക്കുന്നത്. പക്ഷേ വേറൊരു കാര്യം എടുത്തു പറയേണ്ടതുണ്ട്. ഈ ലേഖനത്തിന്റെ തുടക്കം മാത്രമാണ് ഇത്തരത്തിലുള്ള വിമർശനം. പിന്നീട് അങ്ങോട്ട് ഈ ലേഖനത്തിൽ പറയുന്നത് LDF സർക്കാർ ആശാ വർക്കർമാർക്ക് വേണ്ടി ചെയ്ത കാര്യങ്ങളും ഉമ്മൻചാണ്ടി സർക്കാർ ചെയ്യാതിരുന്ന കാര്യങ്ങളുമൊക്കെ ഇങ്ങനെ വിശദീകരിക്കുന്നുണ്ട്. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ആരോഗ്യമന്ത്രി അടക്കം പറഞ്ഞ രാജ്യത്തിന്റെ മറ്റ് സംസ്ഥാനങ്ങളിൽ ആശാ വർക്കർമാർക്ക് കിട്ടുന്ന വേതനവും ഇവിടെ കിട്ടുന്നതുമായുള്ള താരതമ്യം ചെയ്യലുണ്ട്. ഇതെല്ലാം ഉണ്ടെങ്കിൽ കൂടി അവിടെ സമരം ചെയ്യുന്ന ആളുകളെ പരിഹസിച്ചുകൊണ്ട് തന്നെയാണ് ഈ ലേഖനം തുടങ്ങിയിരിക്കുന്നത്.